റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ 2025 നോട്ടിഫിക്കേഷൻസ് എല്ലാവരും കണ്ടു കാണുമല്ലോ. ഇക്കഴിഞ്ഞ ജനുവരി 23 ആപ്ലിക്കേഷൻ സബ്മിഷൻ ആരംഭിച്ചത്. 32,438 വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. റിസർവേഷൻ കാറ്റഗറിക്ക് അതിൻ്റേതായ ഇളവ് ലഭിക്കുന്നതാണ്. സെലക്ഷൻ പ്രൊസീജിയർ 3 ഫേസ് വഴിയാണ്. ഫസ്റ്റ് വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, മെഡിക്കൽ ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ ടെസ്റ്റ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനകത്താണെങ്കിൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനകത്ത് 25 മാർക്ക് ജനറൽ സയൻസ്, 25 മാർക്ക് മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്കിന്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 മാർക്കിന്. അതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. ഇനി ഫിസിക്കൽ വരുമ്പം മെയിലിൻ്റെ പറയാം. ഷുഡ് ബി ഏബിൾ ടു ലിഫ്റ്റ് ആൻഡ് ക്യാരി 35 കിലോഗ്രാം ഓഫ് വെയ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റേഴ്സ് ഇൻ 2 മിനിറ്റ്. അതായത് 35 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റ് ചെയ്ത് 100 മീറ്റേഴ്സ് 2 മിനിറ്റിൽ പൂർത്തിയാക്കണം. അതുപോലെ തന്നെ ഷുഡ് ബി ഏബിൾ ടു റൺ എ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റേഴ്സ് ഇൻ 4 മിനിറ്റ് ആൻഡ് 15 സെക്കൻഡ്. 1000 മീറ്റർ 1000 മീറ്റർ 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് ഓടി തീർക്കണം. അതാണ് മെയിലിന് വരുന്നത്. ഫീമെയിലിന് വരുമ്പോഴത്തേക്ക് ഷുഡ് ബി ഏബിൾ ടു ലിഫ്റ്റ് ആൻഡ് ക്യാരി 20 കിലോഗ്രാം ഓഫ് വെയ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റേഴ്സ് ഇൻ 2 മിനിറ്റ് അതാണ് പറഞ്ഞത്. അതായത് 20 കിലോഗ്രാം വെയ്റ്റ് 100 മീറ്റർ ദൂരം 2 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കണം. അതുപോലെ തന്നെ ഷുഡ് ബി ഏബിൾ ടു റൺ എ ഡിസ്റ്റൻസ് ഓഫ് 1000 മീറ്റേഴ്സ് ഇൻ 5 മിനിറ്റ് ആൻഡ് 40 സെക്കൻഡ്. 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് 1000 മീറ്റർ ഓടണം. ഇതാണ് ഫിസിക്കൽ ടെസ്റ്റ്. ഇനി മൂന്നാമത് വരുന്നതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫിറ്റ്നസ് ആണ്. ഇത് മൂന്നുമാണ് സെലക്ഷൻ പ്രൊസീജിയറിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഇനി അതാത് RRBയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്.